നമസ്കാരം. ഐബേർഡ് മീഡിയ വീണ്ടും വിചാരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു പച്ചയായ സത്യം തുറന്നു പറയുകയാണ്. ഒരു മതത്തിൽ ജനിച്ച് പിന്നീട് എന്തെങ്കിലും ഒരു കാര്യസ്വാധീനത്തിന് വേണ്ടി സ്വന്തം മതം മാറി മറ്റൊരു മതത്തിലേക്ക് മതം മാറിപ്പോകുന്നു അല്ലെങ്കിൽ മതം മാറിപ്പോകുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വന്ന് വിളിച്ചു പറയുന്ന കുറെ ആളുകളെ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും ശരി, ഞാൻ അത്തരം ആളുകളെ കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. കാരണം ഇങ്ങനെ കുറച്ച് പേരുണ്ട്, ഒരു മതത്തിൽ ജനിച്ച് പിന്നീട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി, കാര്യസ്വാധീനങ്ങൾക്ക് വേണ്ടി അവർ ആ സ്വന്തം ജനിച്ച മതത്തെ തള്ളി പറഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുതൽക്കൂട്ട്, എന്തെങ്കിലും ഒരു കാര്യസ്വാധീനങ്ങൾക്ക് വേണം. അത്തരക്കാർ ഈ മറ്റുള്ള മതത്തിലേക്ക് പോകുന്നത് കൊണ്ട് ആ മതത്തിന് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല. പക്ഷെ കുറച്ച് കോലാഹലങ്ങളൊക്കെ, കാരണം മുസ്ലിം ഹിന്ദുവായി, ഹിന്ദു മുസ്ലിമായി, ക്രിസ്ത്യൻ മുസ്ലിമായി, മുസ്ലിം ക്രിസ്ത്യാനിയായി, ഇങ്ങനെയുള്ള എല്ലാ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പടച്ചുവിട്ട് കുറച്ച് ആളുകൾക്ക് അരിയാഹാരം വാങ്ങാനുള്ള പണം ഉണ്ടാക്കാം. അതല്ലാതെ അതിൽ കവിഞ്ഞതൊന്നും, അതിന്റെ സത്യം നോക്കിയാൽ ഒന്നുമില്ല, കൊള്ളയായിരിക്കും. കാരണം അതുപോലത്തെ ഒരെണ്ണമല്ല, കുറച്ച് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും കിടന്ന് അലറുന്നുണ്ട്. കാരണം അത് എന്തെന്ന് വെച്ചാൽ, ഇത്തരം ഈ ഒരു കാട്ടിക്കൂട്ടലുകൾ, പേക്കൂത്തുകൾ നടത്തുന്ന സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി, അവർക്ക് ആഗ്രഹം ഒരു ജോലിക്കും പോവാതെ പണം ഉണ്ടാക്കുക എന്നു മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നുമില്ല. അവർക്ക് ജാതിയെ വെച്ച് പണം ഉണ്ടാക്കണം. അതാണ് ഇപ്പോഴത്തെ ഒരു പാഷൻ. അതിൽപ്പെട്ട ഒരു സ്ത്രീയെ നമുക്ക് ഒരു സ്ത്രീ ഉണ്ട് അതിൽപ്പെട്ട, അവരുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്നതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണമുണ്ട്, ഈ ഹിന്ദുമതത്തിലേക്ക് ചേരാൻ പോകുന്നു, ഈ ഇസ്ലാം വിശ്വാസം പൂർണ്ണമായി തള്ളിക്കുന്നു, കൃഷ്ണനെ കൂടുതൽ അങ്ങ് ജീവിതത്തോട് ചേർക്കുന്നു എന്ന രീതിയിലൊക്കെ. അങ്ങനെ ഒരു മതം മാറ്റം എന്നതിനെ കുറിച്ച് ആലോചന. ഞാൻ ഞാൻ പറഞ്ഞില്ല, എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ടെന്ന്. അവരോട് തന്നെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, കണ്ണനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണം. ഞാൻ മതം മാറാൻ തയ്യാറാണ്. ഇവരുടെ ഞാനിപ്പോ പറയട്ടെ, ഞാനിപ്പോ മതം മാറി എന്ന് പറഞ്ഞ്, ഞാൻ മതം മാറിയ സമൂഹത്തിന്റെ കാഴ്ചയിലാ ഞാൻ മതം മാറുക. എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ എന്താന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ അപ്പയും പടച്ചോനെയായിരിക്കും വിളിക്കുന്നത്. അതിപ്പോ ആർക്കും കീറി മുറിച്ച് നോക്കാൻ പറ്റൂല. മതം മാറി എന്ന് പറയുമ്പം വിഷ്വലായിട്ടേ നമുക്ക് പറയാൻ പറ്റും. മനസാക്ഷി അങ്ങനെ ഇപ്പം ഞാൻ മതം മാറണേ ഞാൻ മതം മാറുകയും ചെയ്യുമെന്നാണ് എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാ കണ്ണ്. കാരണം ഒന്നുമില്ലാത്ത എന്നെ ഇത്രത്തോളമാക്കി, എന്നെ എന്താ പറയാ, വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറം ലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോൾ എനിക്ക് ആ കണ്ണനോട് അത്രമേൽ സ്നേഹവും ബഹുമാനമുണ്ട്. കണ്ണന് വേണ്ടിയിട്ട് മതം മാറണേ ഞാൻ മാറുകയും ചെയ്യും. കണ്ടില്ലേ, അല്ലെങ്കിൽ കേട്ടില്ലേ ഇവള് പറയുന്നത്? എല്ലാവർക്കും അറിയാം, ഇവളുടെ പേരാണ് ജസ്ന സലീം. ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നത്. ഇവരുടെ ഉദ്ദേശം, കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, മുസ്ലിമിനെ കുറ്റം പറഞ്ഞ് ഹിന്ദുവിലോട്ട് പോയി, ഹിന്ദുവിൽ അങ്ങനെ ചെല്ലുമ്പോൾ കുറച്ച് നല്ല ഹിന്ദുക്കളല്ല. കാരണം ഈ സംഘികളായ കുറച്ച് പേര് ഇവരെ പിടിച്ച് എന്താ പറയാ, തലയിൽ വെച്ച് കയറ്റി വെച്ച് നടക്കും. കാരണം കണ്ടില്ലേ, ഒരു മുസ്ലിം സ്ത്രീ ഹിന്ദുവിലോട്ട് വന്നു എന്നെല്ലാം പറഞ്ഞ്. പക്ഷെ ഇവരുടെ ഉദ്ദേശം അതൊന്നുമല്ല. ആരുടെ ഈ മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുന്ന ഇവരുടെ ലക്ഷ്യം അതല്ല. പക്ഷെ ഇവരെ വെച്ച് കളിക്കുന്ന ഈ സംഘികൾ എന്ന് പറയുന്നവരായാലും ശരി, മറ്റുള്ള മതത്തിൽപ്പെട്ട ഏതാളുകൾ ഒരു ഹിന്ദുവിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോയാലും ശരി, അവരാരായാലും ശരി, ഇവരുടെ ഉദ്ദേശം തമ്മിൽ തല്ലുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അത് ഇവർക്ക് മനസ്സിലാവണ്ടേ, ഇത്തരം സ്ത്രീകളായാലും ശരി പുരുഷന്മാർക്കായാലും ശരി.
ഈ ജസ്ന സലീമിന്റെ കാര്യം പറഞ്ഞാലൊന്ന് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. മുസ്ലിമിനെ ആക്ഷേപിച്ച് ഹിന്ദു മതത്തിലേക്ക് പോയി, കൃഷ്ണന്റെ ചിത്രം വരച്ചു. ഇതൊന്നുമല്ല അവരുടെ ലക്ഷ്യം, ശ്രദ്ധിക്കപ്പെടുക, പണം ഉണ്ടാക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യം ആ സ്ത്രീ എടുത്തിട്ടില്ല, തീരുമാനം എടുത്തില്ല, പോയിട്ടില്ലായിരുന്നു എങ്കിൽ ആരറിയാനാണ്? അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ എല്ലാവരും അല്ല, 100 എണ്ണത്തിൽ ഒരു 10 എണ്ണം ഉണ്ടാവും. കാരണം ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണവും പ്രശസ്തിയും ഒക്കെയാണ് ആവശ്യം. ഇപ്പൊ നരേന്ദ്രമോദി, ഗോകുലം ഗോപാലൻ, സുരേഷ് ഗോപി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അടുത്ത് പോയിട്ട് അടുത്ത് നിന്ന് ഫോട്ടോസ് കൊടുക്കുന്നത് അതൊക്കെ അവർക്കൊരു വലിയ സുഖമാണ്. അവർ ചിന്തിക്കുന്നില്ല അവരുടെ അവസ്ഥ എന്താവും അവസാനമെന്ന്. ഇപ്പോൾ തന്നെ ആ സ്ത്രീ ന്യൂസ് 18 ചാനലിന് കൊടുത്ത ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടത്, ഒരു വാർത്തയാണ് നിങ്ങൾ കേട്ടത്. ആ സ്ത്രീ ഇവള് പറയുന്നുണ്ട്, ഞാൻ മുസ്ലിമിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പോകും, ആർക്കാണ് അതിന് പരാതി? പക്ഷേ ഞാൻ മുസ്ലിം വിട്ട് ഹിന്ദുവിലോട്ട് പോയാലും ശരി, എന്റെ ഉള്ളിൽ എന്നും അള്ളയായിരിക്കും. നാം മനസ്സിലാക്കണം അവളെ ഉള്ള്. ഈ വാർത്ത കേൾക്കുമ്പോഴേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവൾ ഇതൊരു കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുകയാണ്. അവള് പറയുന്നില്ലേ, ഞാൻ ഹിന്ദുവിലോട്ട് പോകും, പക്ഷെ അത് എന്റെ പുറമേടിയാണ്. എന്ന് വെച്ചാൽ പുറമോടിയാണ് ഈ ഹിന്ദുവിലോട്ട് പോകുന്നത്. ബാക്കി എന്റെ ഉള്ളിൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാനെ വിളിക്കുക. അപ്പൊ അവളുടെ ഉദ്ദേശം എന്താണ്? അങ്ങനെ ഹിന്ദുക്കളെ വെച്ച് അല്ലെങ്കിൽ കൃഷ്ണനെ വെച്ച് പണം ഉണ്ടാക്കുക എന്ന് മാത്രമാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിന്റെ ഈ ഓളങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ക്രിസ്ത്യാനികളിലോട്ടാണ് പോകും, ക്രിസ്ത്യൻ മതവിഭാഗത്തിലോട്ടാണ് കയറ്റം. ഞാൻ പണ്ട് മുതലേ ക്രിസ്ത്യന്റെ എന്റെ വായിൽ അങ്ങനെയായിരുന്നു വന്നിരുന്നത്, ഇങ്ങനെയാണ് വന്നിരുന്നത്. ഇപ്പൊ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കയറി ആണ് നടക്കുന്നത്. ഞാൻ പറയുന്നത് നമുക്ക് അതിന്റെ വിഷ്വൽസും കൂടി നമുക്ക് കുറച്ച് കാണാം. ഇവരുടെ കുറച്ച് വീഡിയോകളൊക്കെ ഒന്ന് കാണാം നമുക്ക്. പക്ഷെ ഞാൻ എന്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ടിട്ട് എന്റെ വായിൽ അനങ്ങിയ കർത്താവേന്ന വിളി വരിക. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഡ കാഴ്ചകളേറ്റം ധന്യം നാഥ, കുഞ്ഞാടായോ നത്താഴ. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് പണ്ടൊക്കെ എന്റെ അമ്മ അങ്ങനെ ചുണ്ടിന് ഞെട്ടിയായിരുന്നു കർത്താവേന്ന് വിളിക്കുമ്പോഴേക്കും. ഇപ്പഴും ഞാനത് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞിലേ തൊട്ടിട്ടുള്ള ശീല. അപ്പൊ ഇവിടുന്ന് കിട്ടിയതാന്നുള്ളത് തന്നെ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആദ്യമൊക്കെ കുരിശു ഇട്ടിട്ട് നടക്കുകയായിരുന്നു, പിന്നെ അത് കാലക്രമേണ അതങ്ങ് ഒഴിവാക്കി. എനിക്ക് രണ്ടാമതൊരു കുരിശു മേടിക്കുന്നുണ്ട്. എനിക്ക് കണ്ണൻ എന്നുള്ള പേര് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വെറുത്തൊരു പേരാണ്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ കണ്ണനായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് അത്രക്ക് ദേഷ്യം എല്ലാരും. ஒரு ஆணு ஒண்ணு நான் பார்த்தேன், கண்ணை திறந்து பார்க்க சொல்லி கேட்டேன். அவன் பார்த்த பார்வையில பச்சை தண்ணி பத்தி கிரிச்சேன். பாப்போ ഞാൻ പറയുന്നത് ഇവിടെ ഇത്തരം ചരക്കുകളെ, ഇത്തരം സാധനങ്ങളെ ആണായാലും ശരി പെണ്ണുങ്ങളായാലും ശരി, ആണും പെണ്ണുമായാൽ സ്വന്തം മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറുന്നു എന്ന് കണ്ടാൽ കേട്ടാൽ നാം മനസ്സിലാക്കേണ്ടത് അവരെ പിഴുതെറിയാൻ വേണ്ട, സമൂഹത്തിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാം അവരുടെ ലാഭത്തിന് വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി, ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതിലൂടെ പണം സമ്പാദിക്കണം. ഒരു ജോലിക്കും പോവാതെ പണം സമ്പാദിക്കണം. ചാനലുകളിൽ ചില ടെലിവിഷൻ ചാനലുകൾ ഇവരെ വെച്ച്, ജനം TV, കർമ്മ TV, അങ്ങനെ ഒരുപാട് എല്ലാ ടിവികളും ഇവരെ വിളിച്ചിരുത്തി ടോക്ക് ഷോ നടത്തി കഴിഞ്ഞാൽ, സംസാരിച്ചാൽ, അവരെ ബൈറ്റ് എടുത്ത് ടെലികാസ്റ്റ് ചെയ്താൽ പണം ഉണ്ടാക്കാം.
അതാണ് അവരുടെ ലക്ഷ്യം, അതാണ് അവരുടെ ആവശ്യവും, മറ്റൊന്നുമല്ല. ഞാൻ പറയുന്നത് സർക്കാരിന്റെ പാളിച്ചകൾ, വീഴ്ചകൾ എന്ന് പറയാം. കാരണം നമ്മുടെ സമൂഹത്ത് ഇത്തരം കുറച്ച് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് മതങ്ങളെ പറ്റി പറഞ്ഞ് അവിടെ എന്താ പറയാ, മറ്റുള്ള ജനങ്ങളെ നല്ല രീതിയിൽ, ഈ നല്ല ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിക്കാൻ, കലാപങ്ങൾ ഉണ്ടാക്കാൻ തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ, വീഡിയോകളിലൂടെ പടച്ചുവിടുന്ന, ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം രീതിയിൽ പടച്ചുവിടുന്ന, വീഡിയോകൾ പടച്ചുവിടുന്ന ആണായാലും പെണ്ണായാലും ആരായാലും ശരി, അത്തരക്കാരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ തള്ളണം എന്ന. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പേടി വരും. പിന്നെ കുറെയൊക്കെ നമ്മുടെ നാട്ടിൽ സമാധാനം സൃഷ്ടിക്കാൻ കഴിയും. യാതൊരു സംശയവും അതിന് വേണ്ട. കാരണം ഇത്തരക്കാരെ എന്താണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര സ്ത്രീകളാണ് ഇതും ഇങ്ങനെ കിടന്ന് ചാടിക്കളിക്കുന്ന, കുരയ്ക്കുന്ന കിടന്നിട്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട്. എന്താണ് നമ്മുടെ സർക്കാരിന് ഇതിനെ കുറിച്ച് ഒരു നടപടികൾ എടുത്തുകൂടെ? എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് നടപടി എടുക്കാൻ കഴിയുന്നില്ല ഇത്തരക്കാർക്കെതിരെ? ഇങ്ങനെയുള്ള യൂട്യൂബർമാരെ, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ അവർക്കെതിരെ കർശന നടപടികൾ എടുത്ത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം. അല്ലാതെ എന്ത് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്താണ്ട് വിടല്ല ചെയ്യേണ്ടത്. എന്താണ്, എവിടേക്കാണ് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ നാട്ടിൽ ഓരോ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ് ജോലി? വെറുതെ ഇത്തരക്കാർക്കെതിരെയല്ലേ ഈ കേസുകൾ, നടപടികൾ എടുക്കേണ്ടത്? എന്താണ് ഇവർ ചെയ്യുന്നത്? ആഭ്യന്തരം എന്ന് പറയുന്നത് എന്താണ്? നന്ദി, നമസ്കാരം.